ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത് ചക്ക കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ്. അപ്പം നമ്മളുടെ നാട്ടിൽ ഈ ചക്കയ്ക്ക് നമുക്ക് വലിയ വിലയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ പുറം രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചക്ക വാങ്ങിക്കുമ്പം നമുക്കതൊരു എന്താ പറയുക, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇത്ര നാട്ടിൽ പോയപ്പോഴും ചക്ക കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ പോയി ഞാൻ ചക്കയെ കഴിച്ചിട്ട് ഒരുപാട് കാലമായി. അപ്പം ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ടെംപ്റ്റേഷനായിരുന്നു. അങ്ങനെ അങ്ങ് വാങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പം നല്ല പൊന്നും വില കൊടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ ചക്ക വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ വിചാരിച്ചു എപ്പോഴും പഴയ ഒരേ രീതിയിലൊക്കെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ ഞാൻ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു സ്മൂത്തി. അപ്പം അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചക്കയാണ്. ആ പ്ലേറ്റിൽ കാണുന്ന അത്രയും ചക്ക മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാനൊരു 5-6 ചക്കപ്പഴം ഇതുപോലെ എടുത്തുന്നുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം, പക്ഷേ എങ്കിൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു 5-6 പീസ് പഴുത്ത ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മളുടെ സ്വന്തം പഴമാണ്. അത് ഒരു റോബസ്റ്റ പഴം ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ കിട്ടിയ ചക്കയ്ക്ക് വലിയ മധുരം ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഒരു സ്മൂത്തിയൊക്കെ അടിച്ച് കുടിക്കാൻ പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് പഞ്ചസാരയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആൽമണ്ട്സ് ആണ്. ഞാനിവിടെ ഒരു 3-4 ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആൽമണ്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം അല്ലാതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം മിക്സിയിലൊന്ന് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് ആൽമണ്ട്സൊക്കെ നന്നായിട്ട് തന്നെ ഇതായി കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളുടെ പാലാണ്. കുറച്ച് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മനസ്സിലാവണേ. ഉള്ളത് പറയാമല്ലോ, നല്ല സൂപ്പറായിരുന്നു. നമ്മൾ വെറുതെ പറമ്പിക്കളയുന്ന ചക്കയ്ക്കൊക്കെ ഇത്രയും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ നല്ലൊരു സ്മൂത്തി തന്നെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഹണിയാണ്. ഒരുപാടൊന്നും വേണ്ട, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് ചെറിയൊരളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ചക്ക സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കയൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഈ ചക്ക വെറുതെ ആരും പാഴാക്കി കളയരുത്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം ഈ തിരക്കുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താലും അവർക്കും ആണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.